ആമിനു, ഓ ഇത്തിരി വെള്ളം ഇങ്ങോട്ടെടുത്ത്. ഇനിയും കുട്ടികളെ മാറിയിട്ടില്ല. മനുഷ്യന്മാർ കാണും. ഇനിയും മനുഷ്യന്മാരെ പേടിക്കണം. ചായക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്, ഇപ്പൊ എടുക്കാം. വേണ്ട, ഞാൻ കടവത്തൊന്ന് കുടിച്ചോളാം. ഇന്ന് ചന്തോസ. കഞ്ഞി കടവത്തേക്ക് കൊണ്ടുവരണോ? വേണ്ട, ഞാൻ വരാം. ഇന്ന് ചന്തോസല്ലേ, ഇത്തിരി നേരത്തെ പോന്നു. വാളെ വരാല. വാളയാ നമ്മളെ പലചരം കയറ്റുന്ന അല്ല, വൈകുന്നേരം കാണുവോ? കൂടല്ലേ? ആ, 10 മണിയാകുമ്പോ ഒന്ന് വരുവോ? എനിക്കിത്തിരി കഞ്ഞി കുടിക്കാൻ പോണം. വരാ, പക്ഷേ എങ്കിൽ ഞാൻ കൂലി എനിക്ക് കിട്ടണം. ആ, ഈ ദുനിയാവിന്റെ പോക്കം കണ്ടാണെന്ന് ഞമ്മക്കൊരു പൊടിയും കിട്ടണില്ല. എന്റെ നായരെ, പേപ്പർ തുറന്നാ മനുഷ്യന്മാര് തമ്മിൽ കൊല്ലുകയും മുടിക്കുകയും ചെയ്യണതല്ലാണ്ട് ഒരു വർത്താനമില്ല. അതുകൊണ്ടല്ലേ മൊയിലിയാരെ കാശ് മുടക്കി പത്രം പരത്തണുണ്ടെങ്കിലും ഞാനത് കൈകൊണ്ട് തൊട്ട് നോക്കാറില്ലല്ലോ. അത് അക്ഷരം വായിക്കാൻ അറിഞ്ഞിട്ടാ, അതിന് സ്കൂളിൽ പോണം. ഓ, നീ പഠിച്ച് പഠിപ്പുറം കയറിയിരിക്കല്ലേ? നിന്റെ അച്ഛന്റെ പേര് തെറ്റുകൂടാതെ എഴുതാൻ അറിയാമോടാ നിനക്ക്? എഴുതാലോ? എഴുതും. നിന്റെ മൊയിലിയാരെ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻലാൻഡിൽ ഇവനെ കൊണ്ടൊരു അഡ്രസ് എഴുതിച്ചു. 4 വാക്ക്, 7 തെറ്റും. നമ്മുടെ ഗോവിന്ദ മാഷ് കണ്ടില്ലായിരുന്നെങ്കിൽ കുഴഞ്ഞേനെ കാര്യം. പോസ്റ്റ് കണ്ണമ്മൂലാന്ന് എഴുതേണ്ടതിന് പകരം ഇവൻ എഴുതി വെച്ച 2 തെറിയാ. ഇത് കൊടുക്കോ? ഇല്ല, നിങ്ങൾ വല്ല ഉരുളക്കിഴങ്ങ് മേടിച്ചോളിട്ടോ. ഈ വാങ്ങാൻ വന്ന ചരക്ക്. ആ, ഇന്ന് കോളടിച്ചല്ലോ മഹേൻ. കോള് 3 ദിവസം ഉറക്കളിച്ചിട്ട് മുതലാത്. വാളയാണല്ലോ. ഇപ്പൊ പോയാല് മീനൊന്നുമില്ലാന്ന് ചൂണ്ട കുറ്റപ്പെടുന്നത് നിർക്കൂല. നിങ്ങളൊരു ചായ അടിക്കുന്ന നേരെ കടുപ്പത്തില്. ഇത് 2 എണ്ണത്തിനും കൂടെ എന്ത് തരണോടോ? നിങ്ങൾ അതവിടെ വെച്ചേക്കുന്നത് നമ്മൾ തമ്മിൽ വില കൊണ്ട് വെക്കൂല. നീ ആളെ കൊച്ചാക്കലിടോ. കൊടുക്കണ വില എന്താന്ന് വെച്ചാ പറ. ഇത് ചന്തയിലെത്തിയ 100 റുപ്യക്ക് ഒരു കളിയില്ല. പിന്നെ നമ്മൾ തമ്മിലായതുകൊണ്ട് നിങ്ങൾ 80 റുപ്യ കിട്ടുന്നാല്. 80 റുപ്യോ? ആ, ഇതെന്താ സ്വർണത്തിന്റെയോ? ഏടുക്കും കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് ഉണക്കലേ പറ്റുള്ളൂ. ദേശവന്നായരെ, നിങ്ങൾ കണ്ട വില പറയും. ഓന് മുതലിക്കുമെങ്കിൽ ഓൻ തരും. അതല്ലേ കച്ചവടം. തൊള്ളയിൽ തോന്നിയ വില പറഞ്ഞാലെങ്ങനെ? ഈ ചീഞ്ഞു പോണ സാധനമല്ലേ? മീൻ തിന്നണേ കായ് മുടക്കണം, അല്ലാതെ വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചേ. പാവം, നിങ്ങൾ കണ്ട വില പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പേശാനൊന്നും എനിക്ക് വയ്യ. ഒരു 30 റുപ്യ തരട്ടെ. നിങ്ങൾ 2 പാട്ടും കൂടി പറഞ്ഞു തരും. പാട്ട് പാടിയാ മതിയെങ്കിൽ 2 അല്ല 4 5 പാടും. നീ പോണാർന്ന് പോയി 2 കോണം നയിക്കാൻ നോക്ക്. കണ്ട പൊയ്ത്ത ചാളി ആയാലും തിന്നേ ശീലമുള്ളൂ. നല്ല എല്ല് മൂത്ത പൊയമീൻ തിന്നണെങ്കിലേ അതിനും വേണം യോഗം. ഇതെന്താ ബിലാത്തിന്ന് എഴുതി അയച്ചു വരുത്തിയതോ? ഈ പുഴയിലുണ്ടായതല്ലേ? 80 റുപ്യായി. 80 റുപ്യ ഉണ്ടെങ്കിൽ 2 കിലോ ആട്ടിറച്ചി മേടിക്കാം. എന്നാ പിന്നെ അതുപോലെ ഒന്നും മിനുസപ്പെടുത്തി കൊടുക്കണ്ട കുഞ്ഞാപ്പോ. അയാൾ ആശിച്ചല്ലേ. അതിന് മൂല്യം വില കൊണ്ട് ലേശെങ്കിലും എടുക്കണ്ടേ? ഈ മീനെടുത്ത മങ്ങൾ തൊണ്ടേ കൊടുത്ത മേനോൻ സാർ പറഞ്ഞ വിലയും തരും, 10 റുപ്യ കൂടുതലും തരും. അയാൾക്ക് തരാം. അധ്വാനിച്ചുണ്ടാക്കിയ മുതലല്ല, സോളതി അടിച്ച പോലെ കിട്ടിയതാ. പിന്നല്ലാതെ മംഗളത്തിൽ രാമന്റെ മകളെ കല്യാണം കഴിച്ച സോളതി അല്ലെങ്കിൽ പിന്നെന്താ? അപ്പൊ അയാൾ സിംഗപ്പൂരിന് വേണ്ടോളം സമ്പാദിച്ചു കൊടുത്തോ? എന്റെ മൊയിലിയാരെ, അതൊക്കെ വെറും പുളുവാ. അയാള് സിംഗപ്പൂരും പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. കൊടകിലൊരു നാരങ്ങാത്തോട്ടത്തിലെ വാച്ച്മാനായിരുന്നു. അവിടെ ഒരു കൊടകത്തേക്ക് വയറ്റിലുണ്ടാക്കി കടന്നു കളഞ്ഞതാ. വെറുതെ വേണ്ടാതിനും പറയണ്ടാന്ന്. എന്റെ കുഞ്ഞാപ്പൂ, എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും കൃഷ്ണൻകുട്ടി അറിയില്ല. ഭാനുമതി അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കേശേട്ടാന്ന് വിളിച്ചത്
ഈ ബെഞ്ചിമ കാണും എപ്പോഴും. ഇപ്പൊ മേനായി പ്രമാണിയായി. അവൻ ആരാ മോനെ എനിക്കറിയാം. ഭാനുമതി അമ്മ മന്ത്രവാദം ചെയ്ത് വശീകരിച്ചെടുത്തതാ. അല്ലെങ്കിൽ കള്ളം പപ്പുനാരുടെ മോന് മംഗലത്തെ പടി കയറാൻ പറ്റുമോ? അതൊക്കെയാണ് സമയം. ശുക്രൻ ഒഴിച്ച് നിൽക്കണൊക്കെ. ശുക്രൻ ഇത് അതൊന്നുമല്ല, ചാത്തനാ. അയാൾക്ക് ചാത്തൻ സേവയുണ്ട്. ഒക്കെ ചാത്തൻ കൊടുക്കണതാ. മനുഷ്യനെ വെറുതെ ഒതുപ്പിക്കുക. ഞാനിന്ന് സദ്യക്ക് വീട്ടിലേക്ക് വരട്ടടി. അടുക്കളയുടെ വാതിൽ തുറന്നിട്ടാ മതി. അയ്യോ, കുമാരേട്ടനുണ്ടാവും. ഒരു ദിവസമെങ്കിലും നിന്റെ ഈ കുമാരേട്ടനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞുവിടാൻ പറ്റില്ല നിനക്ക്? ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ഞാൻ നോക്കട്ടെ. പെരകെട്ടാൻ ഓല തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുക. ഹേയ്, ശങ്കരനാരോട് പറഞ്ഞിരുന്നല്ലോ, തന്നില്ലേ? ഓ, അയാൾക്ക് തമ്പ്രാനൊന്നും ഒരു വിലയില്ല. സ്നേഹം ഉണ്ടെങ്കിൽ തമ്പ്രാൻ തന്നാ മതി. അതൊക്കെ ഞാൻ തരാം. നീ എന്റെ മുറിയിലേക്കൊന്ന് വാ. ഹേയ്, ഇങ്ങനെ ചൂലുകൂട് തോണ്ടിയാ പോരാ, മണ്ണും പൊടിയും പോണം, മനസ്സിലായോ? എങ്ങനെയെങ്കിലും 5 മണിയാക്കി കൂലിയും വാങ്ങി പോണെന്നല്ലാതെ പണിയെടുക്കാൻ വയ്യ ജന്തുക്കള്. എന്തേടി? ശങ്കരനായർ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഓ, ഉടനെ മുഖം കാണിക്കാടിയൻ. ഈ ശങ്കരൻ നായരും കോന്നനും പോത്തനും ഒക്കെ വന്നതും പോയതും പറയാ നീ ആരാ? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ പഠിക്കായിരുന്നു. എന്നാ പോയിരുത് പഠിക്കണ്ട ശ്രീദേവി, പരീക്ഷയാ വരണേ. അച്ഛൻ കുളിയും പൂജയും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ അടിച്ചു വാരിയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല നിന്നോട്? തമ്പ്രാൻ താഴേക്ക് ഇറങ്ങിയെന്നാ വിചാരിച്ചേ. അസത്ത്. അടിയനോട് ഉടനെ വരാൻ പറഞ്ഞു. എന്താണാവോ കാര്യം? കൽപ്പിച്ചാലും. വരാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനിവിടെ വന്നിരിക്കണ്ടെന്നുള്ള വിവരം ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. പാടത്ത് പണി നടക്കുമ്പോ താനിങ്ങനെ ഇന്നലെ എന്തിനാ? രാവിലെ ഇവിടം വരെ വന്നിട്ട് പോണെന്ന് പറഞ്ഞിരുന്നു ഭാനുമതി അമ്മ. ഓ, അങ്ങനെയാണോ? പിന്നെ ഞാനൊന്നും പറയാൻ പാടില്ലല്ലോ. ഭാനുമതി, ഭാനുമതി, ദേ കാര്യസ്ഥ ശങ്കരനാരദ്യാമം നിൽക്കണു. മേന്നെ കളിയാക്കരുത്. 10-15 വർഷമായിട്ട് മംഗലത്ത് ഒരാളും എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. അയ്യോ, അങ്ങനെയാണോ? അടിയൻ മംഗലത്തെയാണെന്ന് അവിടുന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ. ഞാൻ പോണു. നിൽക്ക്. ആ ശാരദയ്ക്ക് ഒരു 10 കെട്ട് ഓരോ കൊടുക്കാൻ പറഞ്ഞിട്ട് അവളുടെ മുന്നില് താനെന്നെ ആസാക്കിയില്ലേ? അത് ഞാനാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താ പറഞ്ഞ? എന്നെ വിളിച്ചോ? ദാ കാണാൻ കാര്യസ്ഥനദ്യമം നിൽക്കണു. എന്താ ശങ്കരനായരെ? രാവിലെ വരാൻ പറഞ്ഞിരുന്നു. ഓ, ഞാൻ നിക്കണോണ്ട് വിരോധമില്ലല്ലോ. ഒന്നുമില്ല, രഹസ്യമൊന്നുമില്ല. ശങ്കരനായരെ, ഇവിടുത്തെ വീട്ടുപണിക്ക് ഒരാളെ വേണം. ഇത്തിരി പ്രായമായ ഒരു സ്ത്രീയെ. അപ്പൊ ശാരദയോ? അവള് പുറത്തെ പണി എടുത്താ മതി. അകത്തെ പണിക്ക് ഒരാള് വേണം. അന്വേഷിക്കാം. കിട്ടാനാ പാട്. ഈ ശാരദയെ തന്നെ കിട്ടാൻ ഞാൻ പെട്ട പാട്. ഇവിടെ മാത്രമാണല്ലോ പണിക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് തന്നെയാ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പാടത്തേക്ക് പോവാ. ഓ, തിന്നണ ചോറിന് നന്ദിയില്ലാത്ത വർഗങ്ങളാ ഒക്കെ. ചെറിയമ്മ വന്നിട്ടുണ്ട്. ഏത് ചെറിയമ്മ? പുത്തമ്പരിക്കിലെ നാണിക്കുട്ടി ചെറിയമ്മ. പുത്തം പോരെ വലിയവര് മുള്ളിപ്പുളം തെറിച്ചപ്പോഴും ഒക്കെ ബന്ധാണല്ലോ ഇവിടുത്തെ. ദാനം കൊടുത്ത് തോറ്റു. എന്നാ എന്റെ നന്ദി കേട്ടോ എല്ലാരും. എന്തിനാ വന്നേ? കാണണോന്ന് പറഞ്ഞു. എന്തോ നേരിട്ട് പറയണോന്ന്. ഇറക്കാൻ അല്ലാണ്ടെന്തിനാ? ചെറിയമ്മ രാവിലെ വന്നതാ. ഞാൻ അങ്ങോട്ട് വരാം. അത്ര ധൃതിയാണല്ലോ അങ്ങോട്ട് പോട്ടെ.